ഹായ്. ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലത്തെ അടുക്കളയിലെ യുദ്ധം എൻ്റെ കൂട്ടുകാരെല്ലാവരും കണ്ടതാണല്ലോ. നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ചിരട്ടപ്പുട്ടാണ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ എന്താ പറയുന്നത്, കടലക്കറി. അപ്പോൾ നമുക്ക് ഈ കടലക്കറിയിലോട്ട് ഒഴിക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. പുട്ടും കടലക്കറിയും കഴിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കടലക്കറി ഒഴിച്ച് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. പുട്ടും കടലക്കറി ആകുമ്പം എന്താ പറയുന്നത്, അധികം ഡ്രൈനെസ് തോന്നത്തില്ല. മറ്റേത് നമ്മൾ ഈ പയറും പപ്പടമൊക്കെ കഴിക്കുമ്പോഴത്തേന് കുറച്ചൊന്ന് ഡ്രൈനെസ് തോന്നും. പിന്നെ ഈ കടലക്കറി ആകുമ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്, എളുപ്പം കഴിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ പുട്ടും കടലക്കറിയും. അപ്പം എൻ്റെ കൂട്ടുകാർ ഞാൻ പുട്ടുണ്ടാക്കിയതും കടലക്കറി ഉണ്ടാക്കിയതിൻ്റെയൊക്കെ റെസിപ്പിയും എല്ലാ വിശേഷങ്ങളും എൻ്റെ ഇന്നത്തെ രാവിലത്തെ വീഡിയോയിലുണ്ട്. അത് ഞാൻ ഇനി ഇട്ടിട്ടില്ല. എന്തായാലും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഇടത്തുള്ളൂ. കാരണം വെച്ചാൽ ആ വീഡിയോ എഡിറ്റ് ചെയ്യാനെ കൊണ്ട് കുറേ സമയം വേണം. നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളായിട്ട് നടക്കത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വീഡിയോസ് ആയതുകൊണ്ട് എളുപ്പം എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ വരെ ഇച്ചിരി സമയം എടുക്കും. എന്നാൽ കൂടി എന്താ പറയുന്നത്, നേരത്തെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതാണ്. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും മിസ് ചെയ്യാതെ എൻ്റെ ഓരോ ദിവസത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടും കടലക്കറിയാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ, അതിൻ്റെ കൂടെ പിന്നെ ചായ. ഓക്കെ. അപ്പോൾ വെറുതെ ചുമ്മാ എൻ്റെ കൂട്ടുകാരടുത്ത് രാവിലെ വിശേഷങ്ങൾ പറഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ പുട്ടും കടലക്കറി ഉണ്ടാക്കുന്നതല്ല എൻ്റെ കൂട്ടുകാർ കണ്ടോളൂ, ഞാൻ കഴിക്കുന്നത് കണ്ടില്ലല്ലോ. അപ്പം പിന്നെ അതൊരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ശരി എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ പുട്ടും കടലയൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുട്ടൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഇനി ഒരുപാട് ജോലിയുണ്ട് ഇന്ന് എന്നത്തേനെക്കാട്ടി ജോലി ഇന്ന് ഒരുപാടുണ്ട്. ആ വീഡിയോ എഡിറ്റിങ്ങിനാണ് ഒരുപാട് സമയം വേണം. ഓക്കെ. അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.